എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈദരാബാദിലെ ഫസ്റ്റ് ഡേ ആണ്. നമ്മൾ രാവിലെ തന്നെ മറ്റേ വിസ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമ്മളിനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ഉച്ചയാകുമ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങും. വൈകിട്ടാണ് നമുക്കിനി കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ അതുവരെ കുറച്ച് ടൈം ഉണ്ടാവും. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങി നടക്കും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കറങ്ങാൻ വെച്ചാൽ പെട്ടിയും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ദൂരെ അങ്ങനെ പോകാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് പറ്റണ പോലെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സമയം കളയണ്ട, വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂറും കൂടി ഉള്ളൂ. കാരണം വെച്ചാലേ നമ്മൾ ആ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായി. ബഫേ ഫുഡായിരുന്നേ. ഫസ്റ്റ് തന്നെ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ ആയിരുന്നു. സമയം കഴിഞ്ഞുകൊണ്ട് തന്നെ ഫുഡുകളൊക്കെ ഏകദേശം ഇത് കണ്ടില്ലേ തീർന്നിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി, പിന്നെ അതുപോലെ തന്നെ ഉപ്പുമാവ്, സാമ്പാർ, ചട്നികൾ, പിന്നെ മുട്ട പുഴുങ്ങിയത്, അതൊക്കെയായിരുന്നു ഫുഡുകൾ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഉപ്പുമാവൊക്കെ എടുത്തായിരുന്നേ. ഉപ്പുമാവെന്ന് പറഞ്ഞാൽ സേമിയ ഉപ്പുമാവായിരുന്നു കേട്ടോ. പിന്നെ അതേ ചട്നീസൊക്കെ കണ്ടില്ലേ ഇങ്ങനെ തീരാറായിട്ട് ഇരിപ്പുണ്ടായി. പിന്നെ ചായ, കോഫി, അതൊക്കെയായിരുന്നു. നമ്മൾ വന്നപ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ദോശ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ പിന്നെ ഇത്തിരി വൈകിയാലും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കിട്ടും. എന്തേ ദോശ കണ്ടില്ലേ, ലൈവായിട്ടായതുകൊണ്ട് തന്നെ ദോശയും പിന്നെ അതുപോലെ തന്നെ ഓംലെറ്റ് അങ്ങനെയുള്ള ഫുഡുകളൊക്കെ നമുക്ക് അവർ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ചൂട് ദോശയൊക്കെ ആയിരുന്നു. പഞ്ചസാര ഇട്ട് കൂട്ടി തിന്നുവട്ടോ. നമ്മുടെ ഹോട്ടലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റും ഈ ഏരിയ മൊത്തം ഹോട്ടലുകളാണ്. എന്ത് മഴയായിരുന്നു. ഇന്നലെ ഡിന്നറൊക്കെ കഴിക്കാൻ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്നും മഴയൊക്കെ ആയിരുന്നു വിചാരിച്ചു രാവിലെ മറ്റേ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയായിട്ട് പൊടിയായിരുന്നു. നമുക്കിവിടെ നടന്നു പോകാനുള്ള വഴിയുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ പിന്നെ രാവിലെ തന്നെ എന്ത് പാടാണ്, ഊബർക്ക് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ അന്ന് പോയ പോലെ ഓട്ടോയൊക്കെ വിളിച്ച് പോകേണ്ടി വരും. ഇവിടെ ആണെങ്കിൽ കറക്റ്റ് സമയത്ത് കിട്ടുകയില്ല ഓട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടന്നു പോകാനുള്ള ആ ഒരു ഡിസ്റ്റൻസിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിറച്ച് ഹോട്ടലുകളാണ്. ഈ റോട്ടിൽ മൊത്തം ഹോട്ടലുകളാണ്. എനിക്ക് തോന്നണം ഇങ്ങനെയുള്ളവർക്കൊക്കെ വന്ന് താമസിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഇവിടെ നിറച്ച് ഹോട്ടലുകളുള്ളത്. ഇതൊരു റെസ്റ്റോറൻ്റാണ് ആ ഹോട്ടലിനോട് ചേർന്ന് തന്നെ. ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ പിന്നെ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് പിന്നെ പുറത്തേക്കൊന്നും പോയില്ല. കാരണം വെച്ചാൽ ഇനി പുറത്തൊക്കെ പോയി തിരിച്ചു വരാനുള്ള ടൈമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഉച്ചവരെ നമ്മളിതേ റൂമിലിരുന്ന് അവിടെ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിലേക്കൊന്നും അല്ല കേട്ടോ. കാരണം വെച്ചാൽ എയർപോർട്ടിലേക്ക് ഇപ്പോഴേ പോയിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം ഒരു രാത്രിയൊക്കെയാണ്. രാത്രിയല്ല, ഒരു വൈകുന്നേരമൊക്കെയാണ്. അപ്പം പിന്നെ ഇപ്പോഴേ പോയിരിക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മാളിൽ പോകാമെന്നും പറഞ്ഞുകൊണ്ടാണ് പോണത്. അപ്പോൾ ഇവിടെ അടുത്തല്ല, നമ്മൾ ഈ എയർപോർട്ടിലേക്ക് പോണ വഴിയിൽ തന്നെ ഒരു മാളുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് മാളിൽ കയറി കുറച്ച് നേരം അവിടേക്കൊന്ന് റെസ്റ്റ് എടുത്ത് ഉച്ചക്കത്തെ ലഞ്ചും ഒക്കെ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങാലോ എന്ന് വിചാരിച്ചാണ് നമ്മുടെ യാത്ര. ഇന്നിപ്പോൾ പതിവില്ലാണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ റോട്ടിൽ. കഴിഞ്ഞ ദിവസത്തെ പോലെയൊന്നും അല്ല. കുറച്ച് നേരം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ മാളിലെത്തിയത്. അങ്ങനെ ഇതാണ് കേട്ടോ മാള്. വലിയ മാളാണ്. അങ്ങനെ നമ്മളിതേ മാളിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. കുറേ എൻട്രൻസ് ഉള്ളായിരുന്നേ. ഏതാണ് ഫ്രണ്ട് എന്നൊന്നും അറിയാൻ പറ്റണില്ല. കുറേ കണ്ടായിരുന്നു. ഏതോ ഒരു എൻട്രൻസിലൂടെയാണ് ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയേക്കണത്. നല്ല രസമുണ്ടല്ലോ. കുറേ ചെടികൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതന്നെയാണ് തോന്നണം ആ ഒരു ഫ്രണ്ട് ഭാഗം. ദൂരെ കുതിച്ചക്കാണെന്ന് പറയാം. ഞങ്ങളുടെ പെട്ടിയൊക്കെ തുറന്ന് ഒക്കെ നോക്കിയവർ. എൻ്റെ ക്യാമറ വെച്ചിട്ടൊന്നും വീഡിയോ എടുക്കരുതെന്നാണ് പറഞ്ഞേക്കണം. ഞാൻ കാരണം ഒക്കെ എടുത്ത് ബാഗിലാക്കി മൊബൈൽ മാത്രം പുറത്തിറക്കിയിട്ടുള്ളൂ. എന്തൊക്കെ ഫോർമാലിറ്റീസാല്ലേ. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അത്യാവശ്യം വലിപ്പമുള്ള മാളാണ് ഇത്. ഞങ്ങളപ്പോൾ പെട്ടി ലോക്കർ റൂമിൽ വെക്കാനായിട്ട് പോവുകയാണ്. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ പെട്ടിന്നാങ്ങി നടക്കണ്ടല്ലോ. നമ്മളവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പോകുന്ന കാരണം പിന്നെ പെട്ടി കയ്യിൽ പിടിക്കണം. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് എയർപോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പെട്ടി വലിയ പെട്ടിയൊന്നുമല്ല, ഞങ്ങൾ 2 കുഞ്ഞു പെട്ടി എടുത്തത്. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല.
എന്നാലും നമ്മൾ ഈ പെട്ടിന്നാങ്ങി ഇങ്ങനെ ഓരോ മാളിലൊക്കെ ആകുമ്പോൾ നടക്കാൻ പറ്റുള്ളൂ. നമ്മൾ മാള് തിരഞ്ഞെടുത്ത് തന്നെ അതുകൊണ്ടാണ്. പുറത്തൊക്കെ നടക്കുകയാണെങ്കിൽ എന്തോ പാടെ പെട്ടി നോക്കി പിടിച്ച് പോകണ്ടേ. ഇവിടെ ആകുമ്പോൾ പിന്നെ എവിടെയെങ്കിലും ലോക്കർ റൂമിൽ പെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടക്കാമല്ല. അതാണ് മാള് തിരഞ്ഞെടുത്തത്. ഇത് അത്യാവശ്യം വലിയ മാളാണ്. നമ്മൾ കഴിഞ്ഞ തവണ വന്നില്ലേ ഒരു മാളിൽ, പക്ഷെ അതേപോലത്തെ മാളല്ലേ, ഇത് അതിനേലും വലുതാണ്. ദിവസമാണെങ്കിലും നല്ല തിരക്കൊക്കെ ഉണ്ട്. വിസ ഇൻ്റർവ്യൂവിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വെച്ചാൽ എന്തൊരു തിരക്കായിരുന്നു. ഒരു കല്യാണത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടെ വിസ ഇൻ്റർവ്യൂവിന്. നല്ല തിരക്ക്. ഫുള്ള് ഈ എന്താ പറയുക, ആന്ധ്രക്കാർ, അങ്ങനത്തെ മലയാളികളെയൊന്നും അങ്ങനെ കണ്ടില്ല. കഴിഞ്ഞ തവണ നമ്മൾ ഹൈദരാബാദ് മറ്റേ ബയോമെട്രിക് ചെയ്യാൻ വന്നപ്പോൾ മലയാളികളെയൊക്കെ കണ്ട്. പക്ഷേ ഇത്തവണ മലയാളികളൊന്നും അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല. ഇൻ്റർവ്യൂ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നോർമലായിട്ടുള്ളായിരുന്നു. പിന്നെ നമ്മുടെ തമ്പൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ കുറേ പേർക്കൊന്നും കിട്ടണില്ല കേട്ടോ. അവരെയൊക്കെ പാസ്പോർട്ട് തിരിച്ചു തന്നെ കൊടുക്കുന്നുണ്ട്. കൂടുതലും എനിക്ക് തോന്നണേ വിസിറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വരുന്ന പേരൻസിനെയൊക്കെ നമുക്കവിടെ കുറേ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ എന്തോ ഭാഗ്യത്തിന് കിട്ടി. നമ്മുടെ ഓൾറെഡി വിസ അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റാമ്പിന് വേണ്ടിയിട്ടാണല്ലോ വന്നത്. എന്നാലും അതിനും ഉണ്ടെന്ന് ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ. ഇപ്പോൾ നിയമങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ പാസ്പോർട്ട് അവിടെ വാങ്ങി വെച്ചു. അവരിങ്ങോട്ട് വരൂലേ? അല്ല, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരൂലേ? അപ്പൊ നമുക്കിനി ലോക്കറിന്റെ ഭാഗത്തേക്ക് പോകാട്ടെ. അവരങ്ങോട്ട് പോയി. എന്നെ വെയിറ്റ് ചെയ്യണോ? ഞാനും കൂടി വരട്ടെ, എനിക്ക് വഴി അറിയാൻ പാടില്ല. താഴത്തേക്കൊക്കെ ഉണ്ടോ? ഇത് മുകളിലേക്ക് തന്നെ ഭാഗമാണ്, നമുക്ക് അപ്പുറത്ത് കൂടി ഇറങ്ങാം. താഴത്തെ ഫ്ലോറിലുണ്ടെന്ന് തോന്നുന്നുള്ള കടകളിൽ. ഇത് അണ്ടർഗ്രൗണ്ടായിട്ട് വരുമായിരിക്കും. നമ്മളങ്ങനെ ബാഗൊക്കെ ഇവിടെയാണ് കേട്ടോ വെച്ചത്. പക്ഷേ എങ്കിലും നമ്മുടെ ലാപ്ടോപ്പ് പിന്നെ ക്യാമറ അങ്ങനെയുള്ള ഐറ്റംസുകളൊന്നും അവരവിടെ വെച്ചിപ്പിച്ചില്ല. അവർ പറഞ്ഞാൽ അതൊക്കെ കയ്യിൽ പിടിച്ചോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ അതുകൊണ്ടാണ് പിന്നെ ഉള്ള നടപ്പെന്ന് പറയണത്. അപ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നേ മാളിൽ നടക്കാനായിട്ട്. ദൂരം ഷോപ്പുകളാണെന്ന് അറിഞ്ഞാൽ. പിന്നെ മാത്രമല്ല ഫുഡ് കോർട്ടൊക്കെ വരുന്നത് താഴെ തന്നെയാണ് കേട്ടോ. ഈ ഒരു ഫ്ലോറിൽ ഇതേ കണ്ടില്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ ഫുഡ് കോർട്ടിന് പുറത്തേക്കും ഒരു എൻട്രൻസ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് മാളിൽ കയറാതെ ഫുഡ് കോർട്ടിൽ മാത്രമായിട്ടൊക്കെ വേണമെങ്കിൽ കയറാൻ പറ്റും. നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിസ ഇൻ്റർവ്യൂവിന് പോയതെന്ന് പറഞ്ഞാൽ നമ്മുടെ താമസിക്കണതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ നടന്നാണ് കേട്ടോ പോയത്. ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു പോണ സമയത്ത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വേറെ ലോകത്ത് എത്തിപ്പെട്ടതുപോലെയായിരുന്നു നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം വെച്ചാൽ ഫുള്ള് ഒരു പ്രത്യേക ഒരു ഏരിയ ആണ് ആ ഒരു എംബസി എന്ന് പറഞ്ഞാൽ. ഫുള്ള് സെക്യൂരിറ്റികളും പോലീസും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ലോകം. എന്തോരം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണെന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ അകത്ത് കയറ്റി വിടണത്. ചെക്കിങ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടായിരുന്നു, പല പല സ്റ്റെപ്പുകളായിട്ടായിരുന്നു ഈ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ലാസ്റ്റ് ആ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗത്തായിട്ട് എത്തണത്. ഇതേ നോക്കിക്കണ്ടേ, നമ്മൾ ഈ മാളിൽ കണ്ട്, നമ്മൾ അമേരിക്കൻ മാളുകളിൽ കണ്ടിട്ടുള്ള ആ ഒരു ടോയ്സ് ഇല്ലേ, ഇങ്ങനെ ആ ഒരു അനിമൽസിൻ്റെ രൂപത്തിലുള്ള, അതിൻ്റെ മേളിലിരുന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പിള്ളേരും വലിയവരൊക്കെ റൈഡ് എടുത്തണ ഒരു ടോയ്, അത് ഞാൻ ഈ ഒരു മാളിൽ കണ്ടിട്ടാണ്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയായിരുന്നു. കാരണം വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അമേരിക്കയിൽ 1-2 മാളുകൾ, അമേരിക്കൻ ഡ്രീമും പിന്നെ വേറെ ഏതോ ഒരു മാളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. നമ്മളങ്ങനെ കുറേ നേരം ചുറ്റിക്കറങ്ങി ഇപ്പോൾ ലാസ്റ്റ് ഇതേ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ച് ഫുഡ് കോർട്ടിൻ്റെ അവിടെ വന്നേക്കാണ്. ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. വലിയ ഫുഡ് കോർട്ടാണ്. ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ഒക്കെ ആയിട്ട് ഇരിക്കാനായിട്ടൊക്കെ ഒരുപാട് സീറ്റുകൾ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളൊരു ദിവസമാണ് ഇവിടെ വന്നെങ്കിൽ പോലും എന്തൊരു തിരക്കാണെന്ന് അറിഞ്ഞാൽ. നമ്മളങ്ങനെ ഒരു കണക്കിന് ഒരു സീറ്റൊക്കെ കിട്ടി. ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നമ്മൾ ആദ്യം തന്നെ ഓർഡർ ചെയ്തത് ബിരിയാണിയാണ് കേട്ടോ. ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്. അതിന് സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു കറി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് സവാളയും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു, നല്ല ബിരിയാണിയായിരുന്നു. അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഷവർമ പ്ലേറ്ററായിരുന്നു. ഒരു നോർമൽ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ചില്ലേ രാത്രി, നമ്മൾ മഴയത്ത് ഓട്ടോനൊക്കെ പോയി കഴിച്ചില്ലേ, അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ അത്രയൊന്നും പറ്റൂല ഇത്, എന്നാലും കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മളിതേ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ നമ്മളൊരു നൂഡിൽസും പിന്നെ ഓംലേറ്റും ചില്ലി ചിക്കനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ നേരം ഒന്നും കളയണ്ടെന്ന് വിചാരിച്ചു വേഗം ഫുഡും കഴിച്ച് ഇനി തിരിച്ച് എയർപോർട്ടിലേക്ക് തന്നെ പോവുക, വെറുതെ സമയം കളയണ്ടല്ലോ.
അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പിള്ളേർക്ക് ഡോണറ്റ് വേണമെന്നൊരാഗ്രഹം. അപ്പോൾ ഡോണറ്റ് മാത്രമുള്ളൊരു ഷോപ്പിലേക്കാണ് വന്നേക്കണം. ദൂരം ഫ്ലേവറിലാണെന്ന് പറഞ്ഞാൽ അവിടെ ഡോണറ്റുകളുള്ളത്. പിള്ളേർക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ ഏത് മേടിക്കണമെന്ന്. നല്ല രസമുണ്ട് കേട്ടോ അതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണത് കാണാനായിട്ട്, പല പല ഫ്ലേവറിലായിട്ട്. അപ്പുറത്തൊക്കെ സെക്ഷനിലുണ്ട് കേട്ടോ, ഇത് ഞാനൊരു ഭാഗത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മളിപ്പോൾ മാളിൽ നിന്ന് ഇറങ്ങി ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ എയർപോർട്ടിലേക്ക് ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പാത്തുവാണെങ്കിൽ ഡോണറ്റ് വാങ്ങിയിട്ടേ തിന്നാണ്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മൾ വാങ്ങിയ ഡോണറ്റ്, വാനില ചോക്ലേറ്റ് ചിപ്സാണ്. ഇനിയിപ്പോൾ നേരെ എയർപോർട്ടിലേക്ക്. ഈ കാണുന്ന മാളിലാണ് നമ്മളിപ്പോൾ വന്നത്. ഇതിന് എന്ത് വലിപ്പമാണ് നോക്കുന്നത്. ഫ്രണ്ടിലുള്ളൊരു വ്യൂ ഇപ്പോഴാണ് കിട്ടണത്. ഇത് റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ. റോഡ് സൈഡ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു തിരക്കുള്ളൊരു ഭാഗത്തായിട്ടാണ് ഈ ഒരു മാള് വരുന്നത്. നമ്മുടെ ലുലു മാളൊക്കെ പോലെയൊക്കെ തന്നെ അത് കണ്ടില്ലേ, എന്തോരം കടകളും ബിൽഡിങ്ങുകളും ഇതിൻ്റെ ആ ഒരു ഏരിയയിലായിട്ടാണ് ആ മാള് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ റോട്ടിലൂടെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇനി കുറേയും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല. ഈ ഒരു ഭാഗത്ത് മാത്രമേ ഈ തിരക്കൊക്കെ ഉള്ളൂ. നമുക്ക് എയർപോർട്ടിലേക്ക് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. നമ്മൾ അത്രയ്ക്ക് ദൂരത്താണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ എംബസി നോക്കിയിട്ടാണ് ഞങ്ങൾ റൂം എടുത്തത്, അതിൻ്റെ തൊട്ടടുത്ത് നടന്നു പോകാൻ പാകത്തിനായിട്ട്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ മൊത്തം ഫ്ലാറ്റുകളാണ്. എന്തോരം ബിൽഡിങ്ങുകളും ഫ്ലാറ്റുകളാണെന്ന് പറഞ്ഞാൽ നമ്മൾ പോണ വഴിയിൽ ഈ ചുറ്റുവട്ടത്തൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓട്ടോന് പോയപ്പോഴൊക്കെ നമുക്ക് ഈ ഫ്ലാറ്റുകളൊക്കെ ആയിരുന്നു കൂടുതലും. പിള്ളേർ ഇതേ ആ വണ്ടിയിലിരുന്ന് തന്നെ ഡോണറ്റൊക്കെ കഴിക്കണേണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടുള്ള തിരക്ക് നോക്കൂ. എയർപോർട്ടിൽ നല്ല ക്യൂ നിൽക്കണം. കണ്ടോ, നമ്മൾ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അകത്ത് കയറി. ഇനി ഒരു 1/4 മണിക്കൂറുണ്ട്. സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെയൊക്കെ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. ഒരുപാട് നേരം നമ്മളിങ്ങനെ ക്യൂ നിന്നാണ് നമ്മൾ ഇപ്പുറത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് എന്താണെന്നറിയില്ല, നല്ല തിരക്ക്. എന്തോരം മലയാളികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായി. ഇനിയിപ്പോൾ നമ്മളിതേ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയാണ്. ഈ സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് നേരം ക്യൂ നിന്ന് പതുക്കെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റിനും കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇങ്ങനെ ഈ ലഗേജുകൾ കൊണ്ടുപോകുന്നതും ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണതും ഒക്കെ നമുക്ക് ഇങ്ങനെ ഈ ഒരു നിപ്പിൽ കാണാൻ സാധിക്കും. അപ്പോൾ 1.25 മണിക്കൂറുള്ളൂ നമ്മുടെ കൊച്ചിയിലേക്കുള്ള യാത്ര. പ്രത്യേകിച്ചൊന്നുമില്ല ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കാണിക്കാനൊക്കെ ആയിട്ട്. കുറേ പേര് കിടന്ന് ഉറങ്ങുന്നു, കുറേ പേര് മൊബൈൽ നോക്കുന്നു, പിന്നെ എന്നെ പോലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് നോക്കുന്നു. ഇതൊക്കെയാണ് ഈ 1.5 മണിക്കൂറിൽ സംഭവിച്ചത്. നമ്മളവിടെ എത്തിയപ്പോഴത്തേന് ഏകദേശം ഒരു 8:15 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ കണ്ടില്ലേ, കൊച്ചി എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നും കാണിക്കാൻ കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ബസ്സിനാണ് എയർപോർട്ടിൻ്റെ അകത്തേക്ക് പോകുന്നത്. ബാക്കിൽ കൂടി ഇറങ്ങിയോണ്ട് തന്നെ നമുക്ക് ഈ ഫ്ലൈറ്റൊക്കെ അടുത്ത് കാണാനും ബസ്സിൽ കയറി പോകാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്തിരി ഒരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഇറങ്ങി നടക്കാനും ഒക്കെ ആയിട്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതും ഒരു രസമാണല്ലോ. അങ്ങനെ നമ്മളിതേ ഇനിയിപ്പോൾ ലഗേജ് എടുക്കാൻ വേണ്ടി ഇപ്പോൾ ലഗേജ് എന്ന് പറയാനായിട്ട് ഒരുപാടൊന്നുമില്ല കേട്ടോ. ആകെ ഒരു ബാഗ് ഉണ്ടായിരുന്നുള്ളൂ, ഒരു കുഞ്ഞു ബാഗ്. നമ്മൾ ആകെ ഒരു ദിവസത്തേക്കല്ലേ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഏത് സമയത്താണെങ്കിലും ഈ എയർപോർട്ടിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഇത് കണ്ടില്ലേ, എന്തൊരു തിരക്കാണ്, എന്തോരം ആളുകളാണെന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോരുത്തരെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കണത്. നമ്മളിനി നേരെ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഡിന്നറും കൂടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ സമയം ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിന്നറും കൂടി കഴിച്ച് അങ്ങോട്ട് പോകാമല്ലോ. അപ്പോൾ പോകുന്ന വഴിയിൽ ഇഷ്ടമാതിരി റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എവിടെന്നെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ ഇതേ നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഒരു തട്ടുകട പോലത്തെ ഒരു ഹോട്ടലിലാണ്.
കുറച്ച് ഫുഡുകളൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് കപ്പയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മളും അതുപോലെ തന്നെ കപ്പയും ബീഫും ഉണ്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നാട്ടിലുള്ള കപ്പയും ബീഫ് എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. അടിപൊളിയായിരുന്നേ, നല്ല രസമുണ്ടായിരുന്നു ഇത് കഴിക്കാനായിട്ട്. അധികം ഡിഷൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു കടയിൽ. പിന്നെ പുട്ട് അങ്ങനത്തെ ഇതൊക്കെയായിരുന്നു ഇവിടെ മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളിതേ പൊറോട്ടയും ബീഫും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും അടിപൊളിയായിരുന്നു. സാധാരണ നമ്മൾ ഈ തട്ടുകടകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തരം ഫുഡുകളാണല്ലോ നമ്മൾ സാധാരണ കഴിക്കാറ്. എന്തായാലും അടിപൊളി ടേസ്റ്റായിരുന്നു. നല്ല ചൂടോടുകൂടിയായിരുന്നു ഫുഡൊക്കെ. കപ്പയും ബീഫൊക്കെ അല്ലെങ്കിലും നമ്മൾ വന്നിരിക്കുമ്പോഴാണല്ലോ ഉണ്ടാക്കാറ്. എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ. നാട്ടിൽ വന്നിട്ട് അങ്ങനെ കപ്പയും ബീഫും കഴിച്ചു, പൊറോട്ടയും ബീഫും കഴിച്ചു. അതിനുശേഷം നമ്മളിതേ ലെമൺ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാൻ ലെമൺ ടീ ആണ് ഓർഡർ ചെയ്തത്. എനിക്ക് ഇത്തിരി ചൂടുള്ളതൊക്കെ കുടിക്കാനാണ് ഇഷ്ടം. പിള്ളേർക്ക് പിന്നെ ജ്യൂസാണല്ലോ, അതുകൊണ്ട് പിള്ളേർക്ക് ജ്യൂസും ഞങ്ങൾക്ക് ലെമൺ ടീ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളിനി യാത്ര മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഹൈദരാബാദ് യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇത്തവണ 2 തവണ നമുക്ക് ഹൈദരാബാദ് പോകേണ്ടതായിട്ട് വന്ന് അങ്ങനെ US-ലേക്കുള്ള എല്ലാ പരിപാടികളും ഒക്കെ ഭംഗിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു പാസ്പോർട്ട് ഇങ്ങോട്ട് കിട്ടിയാൽ മതി. നമ്മുടെ പാസ്പോർട്ട് അവിടെ വാങ്ങി വെച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനിങ്ങനെ ഇങ്ങോട്ട് അയച്ചു തരും അവർ നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ അതും കൂടി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ US-ലേക്ക് പോകാം. ഇനി ഏകദേശം കുറച്ച് ദിവസങ്ങളുള്ളൂ കേട്ടോ പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ അത്തരം കാഴ്ചകളായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.